കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ ഗതാഗത മേഖലയിൽ വഴിത്തിരിവാകുന്ന മെട്രോ റെയിൽ പദ്ധതിയുടെ ഒന്നാം ഘട്ട അലൈൻമെന്റിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. നഗരത്തിലെ പ്രധാന പാതകളിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും നഗരവികസനം ത്വരിതപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി മുൻപ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ലൈറ്റ് മെട്രോയിൽ നിന്ന് മാറി മറ്റ് പ്രധാന നഗരങ്ങളിലേതിന് സമാനമായ കൺവെൻഷണൽ മെട്രോ റെയിൽ സംവിധാനമായാണ് നടപ്പിലാക്കുക. നഗരത്തിന്റെ അതിവേഗം വളരുന്ന യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു സാധാരണ മെട്രോയാണ് ഉചിതമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നടത്തിയ സമഗ്ര പഠനത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ മാറ്റം. ഒന്നാം ഘട്ട പാതയുടെ വിശദാംശങ്ങൾ. അംഗീകരിച്ച ഒന്നാം ഘട്ട പാതയ്ക്ക് 31 കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് ഇഞ്ചക്കലിൽ അവസാനിക്കുന്ന ഈ പാതയിൽ ആകെ 27 സ്റ്റേഷനുകൾ ഉണ്ടാകും. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാണിജ്യ ഭരണ IT കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് റൂട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ അലൈൻമെന്റ് പ്രകാരം ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം പുതിയ മെട്രോ ശൃംഖലയുമായി ബന്ധിപ്പിക്കും. പാപ്പനംകോട്, കൈമനം, കരമന, കിള്ളിപ്പാലം, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പട്ടം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക് ഫേസ് 1, 2, 3, കൊച്ചുവേളി, വിമാനത്താവളം, ഇഞ്ചക്കൽ എന്നിവയാണ് പ്രധാന സ്റ്റേഷനുകൾ. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നീ 3 ഇന്റർചേഞ്ച് സ്റ്റേഷനുകളാണുള്ളത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒന്നാം ഘട്ടത്തിന് ഏകദേശം 8,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മൊത്തം ചിലവിന്റെ 60% വായ്പയായും ബാക്കി 40% കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി നൽകിയുമാകും പദ്ധതി നടപ്പാക്കുക. നിർമ്മാണം ആരംഭിച്ച് ഏകദേശം 30 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് KMRL അധികൃതർ അറിയിച്ചിട്ടുള്ളത്. നടപടിക്രമങ്ങൾ വേഗത്തിലായാൽ 2029ഓടെ മെട്രോ ഓടിത്തുടങ്ങാൻ സാധ്യതയുണ്ട്. മെട്രോ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രധാന ട്രാഫിക് കേന്ദ്രങ്ങളായ ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നിവിടങ്ങളിലെ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല നേരത്തെ തന്നെ KMRLനെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഇവിടെ മെട്രോ ലൈൻ കടന്നു പോകുന്നതിനാൽ തൂണുകളിൽ ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ രീതിയിലാണ് പാലം നിർമ്മിക്കുന്നത്. അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ചതോടെ KMRL നിലവിലെ DPR ഉടൻ തന്നെ പരിഷ്കരിക്കും. ഈ റിപ്പോർട്ട് സംസ്ഥാന മന്ത്രിസഭയുടെ അന്തിമ അംഗീകാരത്തിനായി സമർപ്പിക്കും. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിന്റെ മുഖച്ഛായ മാറുമെന്നും ഭാവി വികസനത്തിന് ഇത് വലിയ ഗതിവേഗം പകരുമെന്നുമാണ് പ്രതീക്ഷ. കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.